CSR ഫണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വാഹനങ്ങൾക്കായുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കി. സീഡിന് പുറമെ മറ്റ് കമ്പനികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന കമ്പനിക്കും പദ്ധതിയിൽ പങ്കുണ്ട്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെ പല പ്രൊമോട്ടർമാരും പിന്മാറിയിരിക്കുകയാണ്. അതിനിടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതാണ് നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പേരുകളിൽ പല പ്രൊമോട്ടർമാർ ഇതിൽ ഉൾപ്പെട്ട കാര്യം ഒക്കെ ഓരോ നിമിഷം കഴിയുന്തോറും കൂടുതൽ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഈ തട്ടിപ്പ് നമ്മൾ ആദ്യം കേട്ടതിൽ നിന്നും അപ്പുറത്തേക്ക്, അതായത് ആളുകളിൽ നിന്ന് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകൾ ഉൾപ്പെടെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി എന്നതിനും അപ്പുറത്തേക്ക് വളരെ ആസൂത്രിതവും സംഘടിതവുമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ 1.5 വർഷത്തോളം കാലമായി ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു എന്നതുകൂടിയാണ്, അതിന്റെ തെളിവുകൾ കൂടിയാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കണ്ണൂരിൽ ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിലുള്ള ഒരു ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഇത്തരത്തിൽ ആളുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കണ്ണൂർ എടക്കാട് ഈ മൊബൈൽ ഫോണുകൾ പകുതി വിലയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ സീഡ്, ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ എടക്കാട് ബ്ലോക്കിലുള്ള ഒരു യൂണിറ്റിന്റെ പേരിലുള്ള പരസ്യം വരുന്നുണ്ട്. ആ പരസ്യത്തിലാണ് ഈ ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിലുള്ള ഒരു ഓൺലൈൻ പോർട്ടലിന്റെ കാര്യം പരാമർശിക്കുന്നത്. അവരുടെ പരസ്യത്തിൽ പ്രധാന ഭാഗത്ത് തന്നെ ഈ ഡിജിറ്റൽ ഗ്രാമത്തിന്റെ ലോഗോ ഉൾപ്പെടെ, അവർ രൂപകൽപ്പന ചെയ്ത ലോഗോ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുമ്പോൾ ഈ ഡിജിറ്റൽ ഗ്രാമം എന്ന പദ്ധതി, ഈ ഓൺലൈൻ പോർട്ടൽ, ഈ പദ്ധതിയിലേക്ക്, അതായത് പകുതി വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നതിന് NGO കോൺഫെഡറേഷന്റെ സഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നന്മ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ അവർ ഒരുക്കിയിരുന്നു. ഈ മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർ പറയുന്നത് ഡിജിറ്റൽ ഗ്രാമം എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുക എന്ന കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതുവരെ നമ്മൾ സീഡ് സൊസൈറ്റി എന്ന പേരിലാണ് ഈ പദ്ധതി നടത്തിക്കൊണ്ടിരുന്നതായി കേട്ടത്. പക്ഷേ ഈ സീഡ് സൊസൈറ്റിക്ക് പുറമെ മറ്റ് ചില പേരുകളിലും ചില കമ്പനികൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. കണ്ണൂർ എടക്കാട് സീഡിന് പുറമെ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസി എന്ന പേരിൽ ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന ഒരു കമ്പനിയെ കൂടി ഈ പരസ്യത്തിൽ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത് 2024 മെയ് 2-ാം തീയതി കൊച്ചിയിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണെന്നാണ് അവരുടെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത്. 2 ഡയറക്ടർമാരാണുള്ളത് എന്നും പറയുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്ക് കൂടി പണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ ഈ ഇരുചക്ര വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ കണ്ടിരുന്നത് ഈ സർദാർ പട്ടേൽ ഓർഗനൈസേഷന്റെ കീഴിലുള്ള അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഒരു അക്കൗണ്ട്, അവർ നിയന്ത്രിക്കുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട കൂടുതൽ പണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രൊഫഷണൽ സർവീസസ് എന്ന് പറയുന്ന ആ പേരിലുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ ആളുകളും പണം നൽകിയിരുന്നത്. പക്ഷേ ഈ എടക്കാട് സീഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാസ് റൂട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കൂടി ഇത്തരത്തിൽ പണം പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇത്തരത്തിൽ ഒരു പ്രത്യേക ഓൺലൈൻ ആപ്പ് ഉൾപ്പെടെ ഈ പണം സ്വീകരിക്കുന്നതിന് വേണ്ടി, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഈ ഉപഭോക്താക്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി എന്നതുകൂടി വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിൽ ആളുകളിൽ നിന്ന് അങ്ങനെ പണം സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നേരിട്ട് പണം സ്വീകരിക്കുന്നതിനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ നേരിട്ട് അംഗങ്ങളെ ചേർക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളും ഇപ്പോൾ തട്ടിപ്പിൽ കുടുങ്ങിയെന്ന് പറയുമ്പോൾ പോലും ഏകദേശം 6 മാസം മുൻപേ തന്നെ പോലീസിനും വിജിലൻസിനുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്നതായുള്ള സൂചന കിട്ടിയിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ചില പ്രൊമോട്ടർ
പ്രൊമോട്ടർമാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. കാരണം 6 മാസം മുൻപേ ഈ കണ്ണൂരിലെ തന്നെ എടക്കാട് മേഖലയിലുള്ള ഒരാളിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചത്. പ്രധാനമായും അന്വേഷിച്ചത് ആരാണ് ഇവരെ ഈ പദ്ധതിയുടെ ഭാഗമായി ചേർത്തത് എന്നതാണ്. നമ്മളുമായി സംസാരിച്ച വ്യക്തി പറയുന്നത് അദ്ദേഹം 6 പേരെ ഈ സ്കീമിലേക്ക് ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ പന്തികേട് തോന്നിയതിനെ തുടർന്ന് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചില പ്രൊമോട്ടർമാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ ഈ പദ്ധതിയിൽ നിന്ന് സംശയം തോന്നി പിന്മാറുന്ന ഒരു സാഹചര്യം 6 മാസം മുൻപേ അല്ലെങ്കിൽ 6-5 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു തട്ടിപ്പ് പുറത്തു വന്നതല്ല. ഇക്കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നേരത്തെ നടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരയായ ആളുകളുമായി നമ്മൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇവർ? ലക്ഷ്മി പത്മ, പല വിധത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ആദ്യം ഈ പ്രാദേശികമായുള്ള അതായത് തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ ഉൾപ്പെടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇവരുടെ സന്ദേശങ്ങൾ, ഇവരുടെ പരസ്യമായി വരുന്നത്. ആ പരസ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു സർക്കാർ അംഗീകൃതമായ ഒരു കാര്യമാണ് എന്ന തരത്തിലായിരുന്നു ഈ ആദ്യം വരുന്ന മെസ്സേജുകൾ ഉണ്ടായിരുന്നത്. ഇതോടെ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയോട് ഒരു വിശ്വാസം വരുന്ന ഒരു സാഹചര്യമായിരുന്നു. കേന്ദ്ര സർക്കാരാണ് 50% നിരക്കിൽ ഈ വുമൺ ഓൺ വീൽസ് എന്ന ഒരു പേരൊക്കെ ഇട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ബന്ധപ്പെടുന്നത്. അതും നേരിട്ട് ഒരാളെയും ബന്ധപ്പെടുന്നില്ല, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വരികയാണ് ഇത്തരമൊരു മെസ്സേജ്. പക്ഷേ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജ് വരുന്ന സമയത്ത് പക്ഷേ ഇവർ ഇതിന്റെ അടിത്തറ ഒരുക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രൊമോട്ടർമാരെ ഉൾപ്പെടെ ഓരോ മേഖലയിലും അതിൻ്റെതായ ഡയറക്ടർമാരെയും അവർക്ക് കീഴിൽ പ്രൊമോട്ടർമാരെയും കൃത്യമായി നിയോഗിച്ച് അതിനൊരു പശ്ചാത്തലം ഒരുക്കിയതിനു ശേഷമായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത്തരം മെസ്സേജുകൾ ഇവർ പാസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത് ആളുകൾ ഇത് വിശ്വസിക്കാനുള്ള കാരണം. രണ്ടാമത് ഈ സർദാർ പട്ടേലിന്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുമായി ചേർന്നാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കൂടി പറഞ്ഞതോടുകൂടി, സർദാർ പട്ടേലിന്റെ പേര് അതിൽ വന്നതോടുകൂടി സ്വാഭാവികമായും ആളുകൾ ഇത് സർക്കാർ പദ്ധതിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഈ 2 കാര്യങ്ങളിലൂടെ ഇവർ വിശ്വാസം പിടിച്ചുപറ്റി. പിന്നീട് ഇവർ ഘട്ടം ഘട്ടമായി വിശ്വാസം പിടിച്ചുപറ്റാൻ പല കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ആദ്യം നൽകുന്നത് ഓണക്കിറ്റുകളായിരുന്നു. അതായത് 2000 രൂപ വിലയുള്ള സാധനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഓണക്കിറ്റ് അത് 1000 രൂപയ്ക്ക് ഈ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അത് നൽകി തൊട്ടു പിന്നാലെ സ്കൂൾ കിറ്റുകൾ പ്രഖ്യാപിച്ചു. 5000 രൂപയോളം വിലയുള്ള സാധനങ്ങളാണ് 3000 രൂപയ്ക്ക് അടുത്ത് വിലയ്ക്ക് അംഗങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും ഈ രജിസ്റ്റർ ചെയ്ത പണമടച്ച ആളുകൾക്കൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഗൃഹോപകരണങ്ങളിലേക്കും ലാപ്ടോപ്പുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും ഏറ്റവും അവസാനം സ്കൂട്ടറിലേക്കും ഈ കാര്യങ്ങൾ എത്തുന്നു. ഇതിനിടയിൽ ഈ തയ്യൽ മെഷീൻ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഇവർ വരുന്നു. ഈ തയ്യൽ മെഷീൻ ഇവർ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് 5 മോഡലുകളിലുള്ള തയ്യൽ മെഷീനുകളാണ്. ഒരു പ്രമുഖ കമ്പനിയുടെ തയ്യൽ മെഷീനുകൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ ബന്ധപ്പെടുന്നത്. അതിന്റെ മെഷീൻ ഉള്ള മോഡലുകൾ, അങ്ങനെയല്ലാത്തത്, മോട്ടോർ ഉള്ളവ തുടങ്ങിയ 5 ഇനങ്ങൾ തയ്യൽ മെഷീനുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പരസ്യം നൽകിയത്. സ്വാഭാവികമായും ഈ സർക്കാരിന്റെ പദ്ധതിയാണ്. വീട്ടമ്മമാർ ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും. അങ്ങനെയാണ് ഇവർ ഈ പദ്ധതിയിലേക്ക് വരുന്നത്. ഈ വീട്ടമ്മമാരെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ തയ്യൽ മെഷീൻ എന്ന് പറയുന്ന കാര്യം ഇവർ വളരെ സജീവമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തയ്യൽ മെഷീൻ മുതലാണ് ശരിക്കും ഈ അപേക്ഷ നൽകിയ ആളുകൾക്ക് ഇത് ലഭിക്കാതെ വരുന്ന സാഹചര്യം വളരെ വ്യാപകമായി വരുന്നത്. ഗൃഹോപകരണങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലാപ്ടോപ്പിന് അപേക്ഷ നൽകിയവർക്കും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പക്ഷേ തയ്യൽ മെഷീൻ കൂടി ലഭിക്കാതെ വരുന്നതോടുകൂടിയാണ് വലിയ തോതിൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ, ആസൂത്രിതമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുപോയത് എന്നുള്ളത് ഉറപ്പാണ്. തുടക്കത്തിൽ പോലീസ് ഒരു വിമുഖത ഇക്കാര്യത്തിൽ കേസെടുക്കുന്ന കാര്യങ്ങളിൽ കാണിച്ചിരുന്നു. ഇന്നലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലൊക്കെ കണ്ടതാണ്. അവിടെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പരാതിക്കാർ കണ്ണൂർ കമ്മീഷണറുടെ ഓഫീസിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്നിപ്പോൾ കണ്ണൂരിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റ് സ്റ്റേഷനുകൾ, ചക്കരക്കൽ സ്റ്റേഷനിലാണ് ഇപ്പോൾ 2ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.